Hello dear friends, welcome to RJ's Physics classes. സെക്കൻഡ് ഇയറിലെ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. സെക്കൻഡ് ഇയറിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വരണ സുന്ദരമായ ഒരു ചാപ്റ്റർ ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചുരുക്കിയിട്ട് EMI എന്ന് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രിസിറ്റി ഫ്രം മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കറിയാം, ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്തായിരുന്നു? അത് current through a wire will produce a magnetic field around it. Current through a wire or current through a conductor will produce magnetic field around it. This was the invention by Easted. Okay, or discovery by Easted. That's better. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് magnetic field. Okay, current can produce magnetic field. ഇതായിരുന്നു ഈസ്റ്റഡിൻ്റെ കണ്ടെത്തൽ. ഇത് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അക്കോർഡിംഗ് ടു ഈസ്റ്റഡ്, കറന്റ് ത്രൂ എ കണ്ടക്ടർ വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഇതായിരുന്നു കണ്ടുപിടുത്തം. ഓക്കെ, ഇനി എൻ്റെ ഡൗട്ട്, നമ്മൾ വീട്ടിൽ മോട്ടോറൊക്കെ ഓൺ ചെയ്യണ സമയത്ത് ബൾബ് ഒന്ന് ഡിം ആവാറുണ്ട്. ഒന്ന് ഡിമ്മാവും, തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ വരും അല്ലേ? ഓഫ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? മനസ്സിലായി സാർ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല, അതിലത്തെ ഒരു ഭാഗം തന്നെയാണ്, അതല്ല എൻ്റെ ആൻസർ. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങളോട് ഡൗട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ മോട്ടോർ ഓൺ ചെയ്യണ സമയത്ത് ബൾബ് ഒന്ന് ഡിമ്മാവും, തിരിച്ച് പഴയ പോലെ വരും. ഓഫ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്രൈറ്റ് ആവും, തിരിച്ച് പഴയ പോലെ വരും. ഇതെന്തുകൊണ്ടാണ്? ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ ആൻസർ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏതൊരു വീഡിയോയിൽ പറയും. എല്ലാ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളും ഞാനും റെഡിയായി. അപ്പം നമുക്ക് അതിലൂടെ കുറേശ്ശായിട്ട് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം അല്ലേ? ഓക്കെ, കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഇതായിരുന്നു ഈസ്റ്റഡ് കണ്ടെത്തിയത്. കറന്റ് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ഓക്കെ, 1800-കളിൽ മൈക്കിൾ ഫാരഡേ റിവേഴ്സ് ആയിട്ട് എന്ത് സംഭവിക്കുന്നതാണ് ചിന്തിച്ചത്. കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണ്ടേ? കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്തിനും സാധിക്കണം? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കണം. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? Current or electricity can produce magnetic fields. Okay, or change in electric field can produce magnetic fields. Okay, then why can't the reverse? Magnetic field in endum produce ചെയ്യാൻ പറ്റണം? Electricity or electric field produce ചെയ്യാൻ പറ്റണം. Okay, change in magnetic field can produce ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവണ്ടേ എന്നായിരുന്നു മൈക്കിൾ ഫാരഡേ ചിന്തിച്ചത്. കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ വൈ കോൺ ദ റിവേഴ്സ്? ഇതായിരുന്നു ഫാരഡേന്റെ ചിന്ത. കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ആൻഡ് ഹു വാസ് മൈക്കിൾ ഫാരഡേ? മൈക്കിൾ ഫാരഡേ ഒരു സംഭവമാണ് അല്ലേ? അയാളുടെ ഹിസ്റ്ററി നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, മൈക്കിൾ ഫാരഡേൻ്റെ വിദ്യാഭ്യാസം ഏകദേശം 6ാം ക്ലാസ് ഒക്കെയാണ്. 6ാം ക്ലാസ് കഴിഞ്ഞ മൈക്കിൾ ഫാരഡേക്ക് കുടുംബത്തിൻ്റെ സാമ്പത്തിക പരാധീനത മൂലം
ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ജോലിക്ക് പറഞ്ഞയക്കുകയാണ്. 6ാം ക്ലാസ്സുകാരനായ ഫാരഡെ പറഞ്ഞ അത്യുജ്വലമായ വിറ്റുകൾ കേട്ടിട്ട് ആ പ്രിൻറ്റിംഗ് പ്രസ്സിലെ മറ്റു മുതിർന്ന ആളുകൾക്ക് ചിരി വന്നില്ല. അവർ പറഞ്ഞ അതിഭീകരമായ വിറ്റുകൾ കേട്ടിട്ട് മൈക്കിൾ ഫാരഡേക്കും ചിരി വന്നില്ല. ഇതിനാണ് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഓർ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയാറ്, അല്ലേ? ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് നമ്മൾ എന്നെ വിശേഷിപ്പിക്കുക. പ്രായമായവർ പറയുന്ന പല വിറ്റുകളും കേട്ടാൽ നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വന്നു എന്ന് വരും, അല്ലേ? ഇനി ചെറിയ ആളുകൾ പറഞ്ഞ വിറ്റുകൾ കേട്ടാൽ പ്രായമായ ആളുകൾക്കും ചിരിക്കാൻ ചിലപ്പോൾ തോന്നില്ല. ഇറ്റ്സ് കോൾഡ് ജനറേഷൻ ഗ്യാപ്പ്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഫാരഡേയും അവിടെയുള്ള മറ്റു മുതിർന്ന ആളുകളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നു. സോ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഒഴിവു സമയങ്ങളിൽ സമയം പോവാൻ ഫാരഡേക്ക് ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴി സിമ്പിളാണ്, അവിടെ ഉണ്ടായിരുന്ന ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനോ സയൻസിൻ്റെ ഭാഗ്യത്തിനോ അവിടെ ഉണ്ടായിരുന്നത് ഫിസിക്സിൻ്റെ ബുക്കുകളായിരുന്നു. സോ ഈ ബുക്കുകൾ വായിച്ച് ഫാരഡേക്ക് ഒരുപാട് വിവരം കിട്ടുകയാണ്. അങ്ങനെ ഫാരഡേ ആ പ്രിൻറ്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, കെമിസ്ട്രിയിലുള്ള ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഹംഫ്രി ഡേവി ഫാരഡേനെ പെയിൻ്റ് അടിക്കാൻ വിളിച്ചു കൊണ്ടുപോവാണ്. ആക്സിഡൻ്റലി വീട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രിൻറ്റിംഗ് പ്രസ്സിലെ ഓണറുടെ ഫ്രണ്ടായിരുന്നു ഹംഫ്രി ഡേവി. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രസ്സിൻ്റെ ഓണർ ഫാരഡേനാണ് അങ്ങോട്ട് അലോട്ട് ചെയ്തത്. ഫാരഡേ പെയിൻ്റ് അടിക്കാൻ പോയപ്പോൾ ഹംഫ്രി ഡേവി ആത്മകഥം പോലെ പറഞ്ഞ് എന്തോ ഒരു കാര്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ്. ഉടൻ ഹംഫ്രി ഡേവി ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഇസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ? 6 സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഹംഫ്രി ഡേവി ഞെട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണ്? അറിയാണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ എന്തിനാ പഠിച്ചേ, അല്ലേ? 6ാം ക്ലാസ്സുകാരനായ മൈക്കിൾ ഫാരഡേക്ക് സയൻറ്റിസ്റ്റായ ഹംഫ്രി ഡേവിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഹംഫ്രി ഡേവി ഞെട്ടി എന്നുള്ളതാണ്. സോ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രിൻറ്റിംഗ് പ്രസ്സിലെ ബുക്കുകൾ വായിച്ചിട്ടാണ് ഫാരഡേക്ക് ഇത്രയും വിവരം ഉണ്ടായെന്നുള്ള വിവരം അല്ലെങ്കിൽ ഐഡിയ ഹംഫ്രി ഡേവിക്ക് കിട്ടിയത്. ഹംഫ്രി ഡേവി അദ്ദേഹത്തിനെ ഹംഫ്രി ഡേവിയുടെ അസിസ്റ്റൻ്റ് ആവാൻ ക്ഷണിക്കുകയാണ്. ഹംഫ്രി ഡേവിയുടെ ലാബിൽ അസിസ്റ്റൻ്റ് ആവാൻ ക്ഷണിക്കുകയാണ്. സോ ഫാരഡേൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്സും കെമിസ്ട്രിയിലായിരുന്നു, അല്ലെ? നമ്മൾ പഠിച്ചു ഇലക്ട്രോളിസിസ്. അതിലാണല്ലോ നമ്മൾ ഫാരഡേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് ഈ വിങ്ങിലായിരുന്നു ഫാരഡേൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്സ്. ഹംഫ്രി ഡേവിയുടെ കീഴിലാണ് വർക്ക് ചെയ്യണത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫാരഡേക്ക് ഒരു സത്യം മനസ്സിലായി. എന്താണ്? എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ ഹംഫ്രി ഡേവിനെക്കാളും വിവരം എനിക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അഹങ്കാരത്തിലല്ല, എനിക്ക് നല്ല വിവരം ഉണ്ട് എന്നുള്ള ഒരു ബോധം ഫാരഡേക്ക് കിട്ടുകയാണ്. സോ ഫാരഡേ ഹംഫ്രി ഡേവിനോട് റിക്വസ്റ്റ് ചോദിക്കുകയാണ്, ഈ ലാബിൻ്റെ ഒരു കോർണറിൽ ഞാൻ ഒറ്റയ്ക്ക് എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങും, അതർവൈസ് ഐ വിൽ ഗോ ഔട്ട്. സോ ഹംഫ്രി ഡേവി സമ്മതിച്ചു. കാരണം അദ്ദേഹത്തിനും മനസ്സിലായി ഈ പയ്യന് നല്ല ബുദ്ധിയാണ്. അങ്ങനെ ഫാരഡേ അയാളുടെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്താണ് ഈ കണ്ടുപിടുത്തവും അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്നാണ് ഫാരഡേ ചിന്തിച്ചത്, എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഒരുപാട് കാലത്തെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഇതിനു വേണ്ടി എക്സ്പെരിമെൻ്റ് ചെയ്ത് ഫാരഡേ അതിൻ്റെ റിസൾട്ടിലെത്താണ്. അതും എവിടേക്കോ തമാശകളിൽ കണ്ടിട്ടുണ്ട്. ഫാരഡേ അല്ല എക്സ്പെരിമെൻറ്റ് കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ റീസൺ സിമ്പിൾ. ഒരു കോയിൽ, ഈ കോയിലിൻ്റെ അക്രോസ് ആയിട്ട് ഒരു കറണ്ട് ഡിറ്റക്റ്റിംഗ് ഡിവൈസ്, ഇന്ന് നമ്മളതിനെ ഗാൽവനോമീറ്റർ എന്നാണ് വിളിക്കുക. അന്ന് ഗാൽവനോമീറ്റർ ഉണ്ടാവണമെന്നില്ല, കറണ്ട് അളക്കാനുള്ള എന്തോ ഡിവൈസ്. ഒരു മാഗ്നറ്റ് ഇവിടുന്ന് താഴേക്ക് വീഴാണ്. അങ്ങനെ ഒരു മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യാണ്. ഇതായിരുന്നു ഫാരഡേൻ്റെ കുറേ കാലത്തെ അധ്വാനത്തിൻ്റെ റിസൾട്ട്. സോ ഒരു മാഗ്നറ്റ് താഴേക്ക് വീണ സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് കറന്റ് ആൻഡ് ദർ ഈസ് ഓൺലി മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് കറന്റ്. ഇതിൻ്റെ റിവേഴ്സ് ആയില്ലേ? കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് വന്നപ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ വിങ് കറക്റ്റായിട്ട് വന്നത്.
electricity can produce magnetism, magnetism can produce electricity. Okay, so ഫാരഡേന്റെ കണ്ടുപിടുത്തം ഇതായിരുന്നു. അതിൽ ഒരുപാട് കഥകൾ പിന്നെയുണ്ട് കേട്ടോ. ഫാരഡേ ഇങ്ങനെ ഡിവൈസ് വെച്ചപ്പോൾ അദ്ദേഹത്തിന് പാല് കുടിക്കാൻ കൊണ്ടുപോയി വെച്ചിരുന്നു. ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പൂച്ച ചാടിയപ്പോൾ പൂച്ച മാഗ്നറ്റിന്റെ മുകളിലേക്ക് ചാടി, മാഗ്നറ്റ് ഇതുവഴി താഴേക്ക് വീണു, അപ്പം ഡിഫ്ലക്ഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഫാരഡേ ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഡിവൈസ് കിട്ടിയപ്പോൾ അദ്ദേഹം ത്രിൽഡായി. കാരണം എന്താണ്? കറണ്ട് കിട്ടുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു വിങ്ങിൽ നിന്ന് കറണ്ട് കിട്ടുകയാണ്. ആദ്യത്തെ ജനറേറ്റർ ഫാരഡേ പ്രൊഡ്യൂസ് ചെയ്യാണ്. എ ഹ്യൂജ് കോയിൽ ആൻഡ് എ ഹ്യൂജ് മാഗ്നറ്റ് ആൻഡ് ദർ ഇസ് എ പെഡൽ ടു റൊട്ടേറ്റ് ദ മാഗ്നറ്റ്. ഓക്കെ, ഒരു വലിയ കോയിലും ആ കോയിലിനുള്ളൊരു വലിയ മാഗ്നറ്റും വെച്ചിട്ട് ആ മാഗ്നറ്റ് തിരിക്കാൻ ഒരു പെഡലുണ്ട്. ഈ പെഡൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു ചെറിയ ബൾബ് മിന്നി കത്തും, വളരെ ചെറുതായിട്ട് കത്തും. നമ്മളൊരു ഫ്രണ്ടാണ് ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടാക്കിയതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ കമൻറ്റ്? അയ്യേ അല്ലേ, എന്തിനാതെന്ന് ചോദിക്കാം. ഇതേ ചോദ്യം ഫാരഡേനോട് ബ്രിട്ടീഷ് രാജാവ് ചോദിച്ചു. വാട്ട്സ് ദ യൂസ് ഓഫ് ദിസ്? ഫാരഡേ തിരിച്ചു കൊടുത്ത മറുപടി നല്ല രസമുള്ളൊരു മറുപടിയാണ്. ആ മറുപടി ഇങ്ങനെയായിരുന്നു, വാട്ട്സ് ദ യൂസ് ഓഫ് എ ന്യൂ ബോൺ ബേബി? ഇപ്പം ജനിച്ച കുട്ടിയുടെ ഉപയോഗം എന്താണ്? സിമ്പിളാണ്. എന്താണ്? ഇപ്പം ജനിച്ച കുട്ടി പാട്ട് പാടില്ല, പ്രസംഗിക്കില്ല, സൈക്ലിംഗ് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കില്ല, കാർ ഓടിക്കില്ല, അല്ലേ, ഇങ്ങനത്തെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ആ കുട്ടീൻ്റെ അടുത്ത് കളയോ? ഇതൊന്നിനും പറ്റില്ല, അതിനെ നമുക്ക് കളയാമെന്ന് പറഞ്ഞിട്ട് ഇല്ല. അതിൻ്റെ കാരണം സിമ്പിൾ, കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വലുതാവുമ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ഫാരഡേ പറഞ്ഞു അത്രേ ഉള്ളൂ, ഇതെൻ്റെ കുട്ടി ഇപ്പം ജനിച്ചിട്ടേ ഉള്ളൂ, ഇപ്പം അതിന് കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇതിന് പറ്റും. ഓക്കെ, അവിടുന്ന് രാജാവിനോട് അവസാനം പറഞ്ഞ സെൻറ്റൻസ് എങ്ങനെയാണ്? മൈ ലോർഡ്, എ ഡേ വിൽ കം, യു വിൽ ഗെറ്റ് ടാക്സ് ഫ്രം മൈ ഡിവൈസ് എന്നാണ്. ഭാവിയിൽ ഒരു കാലം വരും, അന്ന് നിങ്ങൾക്ക് ടാക്സ് കിട്ടണത് ഞാൻ കണ്ടുപിടിച്ച ഈ ഡിവൈസ് എന്നായിരിക്കും. ഹംഫ്രി ഡേയുടെ അടുത്ത് പോയി ചോദിച്ച ചോദ്യം എങ്ങനെയാണ്? എന്താണ്? സർ, ദിസ് വിൽ ബി ദ ആക്സിസ് ഓഫ് ദിസ് യൂണിവേഴ്സ്, ഡു യു ഹാവ് എനി ഡൗട്ട് എന്നാണ്. ഹംഫ്രി ഡേ സമ്മതിച്ചു, ഓഫ് കോഴ്സ്. അറിഞ്ഞിട്ടായാലും അറിയാണ്ടായാലും ചിലപ്പോൾ ഇൻറ്റൻസിറ്റി കണ്ടിട്ടാവാം. പക്ഷെ ഫാരഡേ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. എന്താണ്? എ ഡേ വിൽ കം, യു വിൽ ഗെറ്റ് ടാക്സ് ഫ്രം മൈ ഡിവൈസ് എന്നാണ് ഫാരഡേ പറഞ്ഞത്. സത്യമല്ലേ? ഇന്ന് ലോകം കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളിൽ ഒന്നാണ് ജനറേറ്റർ. ഓക്കെ, ആ ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടോർ എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ ടെക്നോളജി ഇത്രയും വലുതാവാൻ കാരണം. സോ അതിൻ്റെ തുടക്കം വന്നത് 6ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള, ബാക്കി ഫിസിക്സിനോടുള്ള അടങ്ങാത്ത താല്പര്യത്തിൽ ബുക്ക് വായിച്ച് വിവരം കിട്ടിയ ആ ഗ്രേറ്റ് പേഴ്സണാലിറ്റീൻ്റെ കയ്യിൽ നിന്നാണ്. ഹിസ് നെയിം ഈസ് മൈക്കിൾ ഫാരഡേ. അല്ല, ഇപ്പം നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഫാരഡേൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ഫാരഡേൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണത്. ഫാരഡേയ്സ് ലോ അതെന്നാണ് തുടങ്ങുന്നത്. ഈ എക്സ്പെരിമെൻറ്റിന് പേരിടണം സിമ്പിൾ, കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, സോ ഇതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. അതായിരുന്നു ഫാരഡേ ആദ്യം തന്നെ ശ്രമിച്ചത്. ഒരു മാഗ്നറ്റ് കോയിലിനുള്ളിൽ കൂടെ താഴേക്ക് വീഴുമ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യണു, മീൻസ് ദർ ഇസ് എ കറന്റ്. ഉറപ്പല്ലേ? ഓക്കെ, സോ ഇവിടെ ഈ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ കോയിലിലൂടെ മാഗ്നറ്റ് താഴേക്ക് വീഴുമ്പോൾ ഈ ഫ്ലക്സിൽ ചേഞ്ച് വരാണ്. ആ ഫ്ലക്സിൽ ചേഞ്ച് വന്നാൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതാണ് എന്ത് ചെയ്തത് ഫാരഡേ പറഞ്ഞത്. whenever there is a change in flux in a circuit, or whenever magnetic flux associated with a circuit changes, whenever magnetic flux associated with a circuit changes, there will be an induced EMF. Whenever magnetic flux associated with a circuit changes, there will be an induced EMF. That induced EMF remains so long as change in flux takes place. ആ ഇൻഡ്യൂസ്ഡ് EMF എത്ര സമയം വരെ മാത്രമാണ് ഉണ്ടാവുക?
ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉള്ള സമയം വരെ മാത്രം. ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of magnetic flux. That induced EMF is equal to rate of change of magnetic flux. Okay, whenever magnetic flux associated with a circuit changes, there will be an induced EMF. എപ്പോഴാണോ ഒരു സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്, ആ മൊമെന്റിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, there will be an EMF in the circuit. That EMF remains so long as change in flux takes place, and that EMF is equal to rate of change of magnetic flux. ഈ എക്സ്പെരിമെന്റിന്റെ പേരാണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിനെ നമ്മൾ വിളിക്കുക കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് എന്നാണ്. വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, എപ്പോഴാണോ ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നത്, ആ മൊമെന്റിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. There will be an induced EMF. Whenever magnetic flux in a circuit changes, there will be an induced EMF. That EMF remains so long as change in flux takes place, and that induced EMF is equal to rate of change of magnetic flux. നമുക്കറിയാലോ സൈക്കിളിൻ്റെ ഒക്കെ ഡയനാമോ എന്ന് പറഞ്ഞ സംഭവം. ഇന്നത് ബാറ്ററി വെച്ചിട്ടുള്ളതാണ് കിട്ടുന്നത്. പണ്ട് ടയറിൽ കണക്ട് ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ഡയനാമോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സൈക്ലിംഗ് നടത്തും തോറും ആ ഡയനാമോ എന്ന് വരുന്ന ലൈറ്റ് കൂടി കൂടി വരും. ഓക്കെ, നമ്മൾ പെഡൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നല്ല ഇറക്കത്തിലാണെങ്കിൽ സൈക്കിൾ നല്ല സ്പീഡിൽ പോയിക്കോളും, ഡയനാമോന്ന് ലൈറ്റ് വരും ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ബൾബിൽ നിന്ന് ലൈറ്റ് വരും, ഉറപ്പാണ്. ഓക്കെ, പക്ഷെ എപ്പോൾ വീല് സ്റ്റോപ്പ് ആവണോ ആ മൊമെന്റിൽ ബൾബ് ഓഫ് ആവും. അതിൻ്റെ റീസൺ, എത്ര സമയം വരെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉള്ളത് അത്രയും സമയം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എത്ര സമയം വരെയാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉള്ളത് അത്രയും സമയം വരെ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. ഓക്കെ, അതന്നെയല്ലേ ഫാരഡേ പറഞ്ഞേ, whenever magnetic flux in a circuit changes, there will be an induced EMF. That induced EMF remains so long as change in flux takes place, and that induced EMF is equal to d phi by dt. ഫാരഡേൻ്റെ ലോ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേനെ, വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, എപ്പോഴാണോ സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവുന്നത്, ആ മൊമെന്റിൽ ആ സർക്യൂട്ടിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF remains so long as change in flux takes place, and that induced EMF is equal to rate of change of magnetic flux. ഇതുപോലെ ഒരു എക്സ്പെരിമെന്റും കൂടി മൈക്കിൾ ഫാരഡേ ചെയ്തു. അത് കോയിൽ എക്സ്പെരിമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ, ഒരു കോയിൽ, ഈ കോയിലിൽ നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യും, ഒരു സ്വിച്ച് കണക്ട് ചെയ്യും. ഇതേ ഫ്രെയിമിൽ നമ്മൾ രണ്ടാമത്തെ ഒരു കോയിലും കൂടി കണക്ട് ചെയ്യണം. ഈ കോയിലിന് അക്രോസ് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. ഈ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ട് ഇൻക്രീസ് ചെയ്യും. ആ കറണ്ട് ഇതിൽ എന്ത് ചെയ്യും? ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതാണ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാത്രം ഡിഫ്ലക്ട് ചെയ്യും, പിന്നെ ഡിഫ്ലക്ട് ചെയ്യില്ല. അതിൻ്റെ റീസൺ, സീറോയിൽ നിന്ന് കറണ്ട് കൂടി കൂടി ഐ എത്തണത് വരെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. കാരണം അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ട്. ഓക്കെ, സീറോ ഒന്ന് കൂടി കൂടിയിട്ട് ഐ എന്നുള്ള കറണ്ട് എത്തണത് വരെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. when the current become I, there is no change in flux. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി എപ്പോഴാണ് അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക? കറണ്ട് കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിൽ വീണ്ടും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ രണ്ടും നമ്മൾ പിന്നെയും പഠിക്കും. സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പേരിൽ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ പഠിക്കും. സോ ഫാരഡേൻ്റെ ലോ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. whenever magnetic flux associated with a circuit changes, there will be an induced EMF. That induced EMF remains so long as change in flux takes place, and that induced EMF is equal to rate of change of magnetic flux. Idea clear അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഐഡിയ,
ഫ്ലക്സ് ഒരു കാരണവശാലും ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യണത്. പകരം ചേഞ്ച് ഇൻ ഫ്ലക്സ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF. ചേഞ്ച് ഇൻ ഫ്ലക്സ് ക്യാൻ പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF. ഓൺലി ചേഞ്ച് ഇൻ ഫ്ലക്സ് വിൽ പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ചേഞ്ച് ഇൻ ഫ്ലക്സ് മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പറഞ്ഞല്ലേ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലായിരുന്നെങ്കിൽ ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചാലും കറണ്ട് ഉണ്ടാവണം. ഈ മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ വെച്ചാലും കറണ്ട് ഉണ്ടാവണം. ഒരിക്കലും ഉണ്ടാവില്ല. ആ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇനി മാഗ്നറ്റ് തന്നെ മൂവ് ചെയ്യണമെന്ന് വാശിയൊന്നുമില്ല കേട്ടോ. മാഗ്നറ്റ് അവിടെ നിർത്തിയിട്ട് കോയിൽ മൂവ് ചെയ്താലും മതി. ഓക്കെ, ആരെങ്കിലും ഒരാൾ റിലേറ്റീവ് മോഷൻ ഉണ്ടായാൽ മതി. ഒന്നുകിൽ മാഗ്നറ്റ് നീങ്ങുക, അല്ലെങ്കിൽ കോയിൽ നീങ്ങുക. ഇതിലേതെങ്കിലും ഒന്ന് നീങ്ങിയാൽ അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഒരു അയൺ റോഡ് ഇങ്ങനെ താഴേക്ക് ഇടാണ്. ഈസ് ദർ എൻ ഇൻഡ്യൂസ്ഡ് EMF ഓൺ ദ ടിപ്പ് ഓഫ് ദി കണ്ടക്ടർ? ഒരു അയൺ റോഡിനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമ്മൾ എർത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുമോ? അടുത്ത ക്വസ്റ്റ്യൻ. An iron rod is dropped in the east-west direction. Is there an induced EMF on this conductor? ഒന്നാമത്തെ കേസ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അയൺ റോഡിനെ ഡ്രോപ്പ് ചെയ്യണം. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അയൺ റോഡിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്ത് ആണ്. സോ ഈ ഫീൽഡിൻ്റെ ഉള്ളിലൂടെ ഈ കണ്ടക്ടർ ഇറങ്ങി പോവുക ചെയ്യുക. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഫീൽഡ് ലൈൻസിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യണില്ല. സോ ദർ ഈസ് നോട്ട് ചേഞ്ച് ഇൻ ഫ്ലക്സ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. അതേസമയം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ്. സോ ഇത് കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോവുക. ഓക്കെ, നോർത്ത് സൗത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അയൺ റോഡ് ഡ്രോപ്പ് ചെയ്യണത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, നോർത്ത് സൗത്ത് ഇങ്ങനെ ഫീൽഡ് ലൈൻസ് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി പോവുക ചെയ്യുക. ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യില്ല. ഇങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോവുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. സോ ഫാരഡേൻ്റെ ലോ നമുക്കറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. സൈക്കിളിൻ്റെ ഡയനാമോ ആണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. ഇവിടുന്ന് അങ്ങോട്ടാണ് മോട്ടോർ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് ലെൻസ് ലോ, അതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് EMF ഓൺ എ കണ്ടക്ടർ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് EMF ഓൺ എ കണ്ടക്ടർ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ കുറേ കാര്യങ്ങളും അതേപോലെ എഡ്ഡി കറന്റ് എന്നുള്ള ടോപ്പിക്കാണ്. അത് ഇനി വരുന്ന വീഡിയോയിലൂടെ പറയാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.